നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കോട്ടപ്പുറം പാലത്തിൽ നിന്നും പുഴയിൽ ചാടിയ യുവതിയെ കാണാതായി. എറണാകുളം ചാത്തേടൻ തുരുത്തിപ്പുറം സ്വദേശിനി ഷാലിമയെയാണ് കോട്ടപ്പുറം പുഴയിൽ കാണാതായത്. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വികസന സെമിനാറിൽ രാഷ്ട്രീയ തർക്കം. സെമിനാറിന്റെ ഉദ്ഘാടന ചടങ്ങിനിടയിലാണ് ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ ചേരിതിരിവുണ്ടായത്. ജില്ലയിലെ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള ജനസേവാ പുരസ്കാരം നേടിയ ഡെയ്സി തോമസിന് പൊയ്യ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്വീകരണവും അനുമോദനവും. അനുമോദന സമ്മേളനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം മൂത്തകുന്നം പാലത്തിൽ നിന്നും പുഴയിൽ ചാടിയ യുവതിയെ കാണാതായി. മേത്തല അഞ്ചപ്പാലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന എറണാകുളം ചാത്തേടം തുരുത്തിപ്പുറം സ്വദേശിനി ഷാലിമയെയാണ് കോട്ടപ്പുറം പുഴയിൽ കാണാതായത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് യുവതി പുഴയിൽ ചാടിയത്. തീരദേശ പോലീസും നാട്ടുകാരും ഏറെ നേരം തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. വിവാഹിതയായ യുവതി കഴിഞ്ഞ ഏതാനും നാളുകളായി ആൺസുഹൃത്തുമൊത്ത് അഞ്ചപ്പാലത്ത് താമസിച്ചു വരികയായിരുന്നു. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വികസന സെമിനാറിൽ രാഷ്ട്രീയ തർക്കം. സെമിനാറിന്റെ ഉദ്ഘാടന ചടങ്ങിനിടയിലാണ് ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ ചേരിതിരിവുണ്ടായത്. നഗരത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നും കേന്ദ്ര സഹായത്തോടെയുള്ള പദ്ധതികൾ മാത്രമാണ് നടപ്പിലാകുന്നതെന്നും പ്രതിപക്ഷ ഉപനേതാവ് രശ്മി ബാബു, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ എന്നിവർ കുറ്റപ്പെടുത്തി. റോഡുകൾക്ക് വേണ്ടി കൃത്യമായിട്ട് ഫണ്ട് കണ്ടെത്താതിരിക്കുകയും അതിന് വകയിരുത്താതിരിക്കുകയും റോഡുകൾ വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള റോഡുകളൊക്കെ തന്നെ വളരെ മോശമായ സാഹചര്യത്തിൽ അതിനുവേണ്ടി ഫണ്ട് വകയിരുത്താതെ അത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു സമീപനമായിട്ടാണ് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഭരണപക്ഷത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൻ്റെ കുറേ പാർട്ടിക്കാരുൾപ്പെടെയുള്ള ആളുകളെ വികസന സെമിനാറിൽ കൊണ്ടുവന്നു കണ്ട് നമ്മളുടെ ആശയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു നിലപാടുമായിട്ടാണ് ഇന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ LDFന്റെ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭാ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയുടെ ഉത്തരവാദിത്വം BJP-കാരനായ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്നും BJP ആരോപിച്ചു. എന്നാൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ നഗരസഭ മികച്ച നേട്ടങ്ങളാണ് കൈവരിക്കുന്നതെന്നും നഗരസഭാ യോഗങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ഉൾപ്പെടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന നയമാണ് BJP-യുടേതെന്നും നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് BS ദിനൽ എന്നിവർ പറഞ്ഞു. എന്നാൽ അതേപോലത്തെ ഒരു പ്രവർത്തനമാണ് ഇന്നത്തെ വികസന സെമിനാറിൽ BJP അംഗങ്ങൾ കാഴ്ചവെച്ചത്. എല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ് നമ്മളുടെ നാട്ടിൽ നടപ്പിലാക്കുന്നത് എന്ന രീതിയിൽ സംസാരിക്കുകയും ഇക്കാലം അത്രയും 40-ലേറെ വർഷക്കാലം കൊടുങ്ങല്ലൂർ നഗരസഭ LDF ഭരിച്ച് വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊന്നും ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ള ഒരു സംസാരമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തൃശൂർ ജില്ലയിലെ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള ജനസേവാ പുരസ്കാരം നേടിയ പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിന് പൊയ്യ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണവും അനുമോദനവും നൽകി. പൂപ്പത്തി ജംഗ്ഷനിൽ നടന്ന അനുമോദന സമ്മേളനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. പൊയ്യ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സാബു കൈതാരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ AA അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK കുട്ടൻ, ശബരിമല മുൻ മേൽശാന്തി ജയരാജ് പോറ്റി, NS വിജയൻ, വക്കച്ചൻ അമ്പുക്കൻ, CN സുധാർജനൻ, രാജൻ പള്ളിയിൽ, MS രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ 100% ജനങ്ങളുടെ ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീമതി ഡെയ്സി തോമസ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ വരുന്ന 5 വർഷക്കാലം ഈ പഞ്ചായത്തിൽ എന്തൊക്കെ പദ്ധതികളാണ് നടപ്പിലാക്കേണ്ടത് എന്നതേക്കുറിച്ച് ആരാഞ്ഞപ്പോൾ ഒറ്റ ശ്വാസത്തിൽ എല്ലാ മേഖലകളെയും കുറിച്ച് വളരെ അഗാധ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഒറ്റ ശ്വാസത്തിൽ അത് എന്നോട് വിവരിക്കുകയുണ്ടായി.
കോണത്തൂന്ന് ഗവൺമെന്റ് യു പി സ്കൂൾ വാർഷികാഘോഷവും കിഡ്സ് ഫെസ്റ്റും നടന്നു. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം മുകേഷ് ഉദ്ഘാടനം ചെയ്തു. വർഷത്തിലേക്ക് നമ്മുടെ സ്കൂള് എത്തിയിരിക്കുകയാണ്. പഴയകാലത്തിൽ നിന്നും ഓരോ കാലഘട്ടത്തിലും വിദ്യാഭ്യാസ രീതി മാറിക്കൊണ്ട് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടുള്ള ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്നത്തെ പല ചരിത്രങ്ങളും വളച്ചൊടിച്ചുകൊണ്ടുള്ള സംഭവങ്ങളായിട്ട് മാറ്റിയെടുക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുമ്പോഴും അവിടെ നിന്ന് വേറിട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രീതിയെ തന്നെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് തെളിവാണ് എല്ലാ വർഷവും കടന്നെടുക്കുമ്പോൾ കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. PTA പ്രസിഡന്റ് എ വി പ്രകാശ് അധ്യക്ഷത വഹിച്ചു. ക്ലബ് FM 104.8 തൃശൂർ RJ അച്ചു സ്കൂൾ റേഡിയോ ഉദ്ഘാടനം നിർവഹിച്ചു. ടെക്നിക്കൽ കലോത്സവം സംസ്ഥാന ജേതാവായ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ശ്രീറാം റാഞ്ചൽ മുഖ്യാതിഥിയായിരുന്നു. പ്രധാനാധ്യാപിക PS സക്കീന, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുജന ബാബു, BPC ഗോഡ്വിൻ റോഡ്രിക്സ്, ഗ്രീഷ്മ സ്റ്റീർ, റഫീഖ് പട്ടേപ്പാടം എന്നിവർ സംസാരിച്ചു. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുഴൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. തൃശൂർ ജില്ലാ ട്രഷറർ KM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ശമ്പളം കൊടുത്തില്ലെങ്കിൽ എന്താ എന്നൊരു പ്രശ്നമുണ്ട്. ഈയിടെ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ വിധി വരികയില്ല. ഞാൻ ആനുഷംഗികമായി പറയാൻ ഉദ്ദേശിച്ചതല്ല. ആ കേരള ഹൈക്കോടതിയുടെ വിധിയിൽ പറഞ്ഞത് KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് പണിയെടുത്ത് കഴിഞ്ഞ് പിരിയുന്ന 1-ാം തീയതി 30-ാം തീയതി പണിയെടുത്ത് 1-ാം തീയതി ശമ്പളം കൊടുക്കണമെന്നല്ല. ശമ്പളം കൊടുക്കുന്നത് 40 ദിവസം കഴിഞ്ഞാൽ അഥവാ മാസാവസാനത്തിന് 10 ദിവസം കഴിഞ്ഞാൽ ശമ്പളം കൊടുത്താൽ മതി. എത്ര കൊടുത്താൽ മതി? പാതി ശമ്പളം കൊടുത്താൽ മതി. ആ പാതി ശമ്പളം മാറ്റി കൊടുക്കുന്നത് 50 ദിവസം കഴിഞ്ഞാൽ കൊടുത്താൽ മതി. ഇത്തരം ഒരു കോടതി വിധി ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്നു. ഹൈക്കോടതിയുടെ വിധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ലോ ഓഫ് ദ ലാൻഡ്. രാജ്യത്തെ നിയമമാണ്. ഇന്ത്യ രാജ്യത്തിന് ബാധകമായ നിയമമാണ്. യൂണിറ്റ് പ്രസിഡന്റ് TN വിജയൻ അധ്യക്ഷത വഹിച്ചു. PV ശ്രീദേവി, EI ജോയ്സി, ശ്രീധരൻ, MR ഗോപൻ, KS മുരളീധരൻ, KK ദേവസിക്കുട്ടി, KN രാമൻ എന്നിവർ സംസാരിച്ചു. CPI കൊടുങ്ങല്ലൂർ മണ്ഡലം മുൻ സെക്രട്ടറിയായിരുന്ന TM ബാബു അനുസ്മരണ സമ്മേളനം മാളയിൽ നടന്നു. VK രാജൻ സ്മാരക മന്ദിരത്തിൽ CPI തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. കാരണം കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിന്റെ പാർട്ടി കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. ഇപ്പൊ നമുക്ക് 2 പാർട്ടിയാണ്. പക്ഷെ ഒറ്റ പാർട്ടിയായിട്ട് ഇരിക്കുന്ന സമയത്ത് അതിന്റെ സെക്രട്ടറി ആയി പ്രവർത്തിച്ച ഒരാളാണ്. ബാബുവിനെ സംബന്ധിച്ച് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സാഹചര്യം പാർട്ടി അല്ലാതെ അതിനപ്പുറത്തൊരു ചിന്ത ബാബുവിനുണ്ടായിരുന്നു. രാവിലെ കുന്നത്തുകാട്ടിൽ നിന്ന് സൈക്കിളിൽ വരും, രാത്രി എത്ര സമയം വേണമെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൂടി ഉണ്ടാകും. കർഷക തൊഴിലാളി യൂണിയനും അസംഘടിത മേഖലയിലെ തൊഴിലാളികളൊക്കെ ബന്ധപ്പെട്ടിട്ട് AITC രംഗത്തും വളരെ സജീവമായി പ്രവർത്തിച്ചൊരു സഖാവാണ്. AITCയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറും ജില്ലാ കൗൺസിൽ മെമ്പറും ഒക്കെ ആയി പ്രവർത്തിച്ചു. CPI മാള മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി MR അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. VM വത്സൻ, TN വേണു, AA ഹക്കിം, PF ജോൺസൺ, PK വിശ്വംഭരൻ, KP പ്രസന്നൻ, ഇന്ദിരാ ദിവാകരൻ, VS ഗോപാലകൃഷ്ണൻ, VM ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. കോട്ടപ്പുറം പാലത്തിൽ നിന്നും പുഴയിൽ ചാടിയ യുവതിയെ കാണാതായി. എറണാകുളം ചാത്തേടൻ തുരുത്തിപ്പുറം സ്വദേശിനി ഷാലിമയെയാണ് കോട്ടപ്പുറം പുഴയിൽ കാണാതായത്. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വികസന സെമിനാറിൽ രാഷ്ട്രീയ തർക്കം. സെമിനാറിന്റെ ഉദ്ഘാടന ചടങ്ങിനിടയിലാണ് ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ ചേരിതിരിവുണ്ടായത്. ജില്ലയിലെ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള ജനസേവാ പുരസ്കാരം നേടിയ ഡെയ്സി തോമസിന് പൊയ്യ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്വീകരണവും അനുമോദനവും. അനുമോദന സമ്മേളനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു.
ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.